ദൈവമേ, സ്വപ്നമല്ല. പിന്നെന്താണ് ഈ ശബ്ദം? സമയം എത്രയായോ ആവോ? എന്തായാലും എണീക്കാം. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. മോളെ ടീന, എന്താ ഡാഡി? എന്താ മോളെ രാവിലെ തന്നെ പാത്രങ്ങളൊക്കെ വീഴുന്ന ശബ്ദം? ജൂലി എങ്ങാനും അടുക്കള കയറി മേഞ്ഞോ? അല്ല ഡാഡി, പാവം ജൂലി എഴുന്നേറ്റിട്ട് പോലുമില്ല. അത് ഞാനും ടോമും കൂടി കിച്ചൺ ക്ലീൻ ചെയ്തപ്പോൾ ടോമിന്റെ കയ്യിൽ നിന്നും ഒരു പാത്രം താഴെ വീണതാ. ഇന്നലെ രാത്രിയിൽ നമ്മളെല്ലാവരും കൂടി കിച്ചൺ ക്ലീൻ ചെയ്തിട്ടല്ലേ കിടക്കാൻ പോയത്? അതെ ഡാഡി, പക്ഷേ ഇന്ന് കാലത്തു ഞങ്ങൾ അല്ലെങ്കിൽ വേണ്ട. ഡാഡി എന്റെ കൂടെ വാ, ഞാനൊരു സർപ്രൈസ് കാണിച്ചു തരാം. സർപ്രൈസോ? ആഹാ, എന്നാ ഞാൻ ഉടൻ തന്നെ ഫ്രഷ് ആയിട്ട് വരാം. ഓ, ഒന്ന് വന്നിട്ട് പോകൂ ഡാഡി. സർപ്രൈസ് അറിഞ്ഞാൽ പിന്നെ സമാധാനമായി പോയി ഫ്രഷ് ആകാമല്ലോ. എന്നാ പിന്നെ അത് കണ്ടിട്ട് തന്നെ കാര്യം. സോറി ഡാഡി. എന്തിനാ മോനെ സോറി പറയുന്നേ? പാത്രങ്ങൾ കഴുകുമ്പോൾ എന്റെ കയ്യിൽ നിന്ന് അറിയാതെ ഒരു പാത്രം സ്ലിപ്പായി താഴെ വീണു. ഡാഡിയുടെ ഉറക്കം ഞാൻ കളഞ്ഞില്ലേ, അതുകൊണ്ടാ സോറി പറഞ്ഞേ. ഓ, അത് സാരമില്ല മോനെ, അറിയാതെ സംഭവിച്ചതല്ലേ, അതൊക്കെ പോട്ടെ. ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് സ്പെഷ്യൽ ആണെന്ന് തോന്നുന്നല്ലോ. അതെ ഡാഡി, ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് വളരെ സ്പെഷ്യൽ ആണ്. ഇപ്പോഴാ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ശ്രദ്ധിച്ചത്. ഇത് നമ്മൾ കഴിഞ്ഞ ദിവസം ടിവിയിൽ കണ്ട ആ സ്പെഷ്യൽ, എന്താ അതിന്റെ പേര്? ഹാച്ചോ സാൻഡ്വിച്ച് അല്ലേ? പിന്നെ ഈ ജ്യൂസ് എന്താണെന്ന് കണ്ടിട്ട് മനസ്സിലാവുന്നില്ല, പക്ഷേ നല്ല നിറം. അതൊക്കെ ഉണ്ട്. അത് ടോം സ്പെഷ്യൽ ജ്യൂസ് ആണ്. ഡാഡി വേഗം പോയി കുളിച്ചു വാ. ചൂട് പോയാൽ സാൻഡ്വിച്ചിന്റെ ടേസ്റ്റ് പോകുമെന്നാ ടീന പറയുന്നേ. ശരിയാ, കണ്ടിട്ട് കൊതിയാവുന്നു. ഞാൻ വേഗം പോയി കുളിച്ചിട്ട് വരാം. മക്കളെ, സാൻഡ്വിച്ചിന്റെ ചൂട് പോയി കാണുമോ? ഇല്ല ഡാഡി, ഡാഡി ഡ്രസ് ചെയ്യുന്ന സമയം കൊണ്ട് ഞാനിത് ഓവനിൽ വെച്ച് ചൂടാക്കി എടുത്തു. ടീന, സെർവ് ചെയ്യൂ വേഗം സാൻഡ്വിച്ച്. ഞാനുണ്ടാക്കിയ ഷേക്ക് ഓൾറെഡി ഞാൻ സെർവ് ചെയ്ത് കഴിഞ്ഞു. ശരി ടോം. അല്ല ടോം, അത് ഷേക്കായിരുന്നു. ഞാൻ ജ്യൂസ് ആണെന്ന് കരുതി. അതുമാത്രമല്ല, അതെന്താണെന്ന് ടോം പറഞ്ഞില്ലല്ലോ. ഈ ഷേക്കിന്റെ കളർ കണ്ടിട്ട് ഏതെങ്കിലും ഫ്രൂട്ട്സുമായിട്ട് സാമ്യം തോന്നുന്നുണ്ടോ ഡാഡി? ഈ കളർ, ചിലപ്പോ ഈ കളർ ഫ്രൂട്ട്സ് ലോകത്തിലെവിടെയെങ്കിലും ഉണ്ടായിരിക്കും. പക്ഷേ നമ്മുടെ നാട്ടിലോ വീട്ടിലോ ലാവണ്ടർ കളറിലുള്ള ഫ്രൂട്ട്സ് ഞാൻ കണ്ടതായി ഓർക്കുന്നില്ല. ഡാഡി, വയലറ്റ് പ്ലസ് വൈറ്റ് എന്താ? നമ്മുടെ നീലക്കുറഞ്ഞിയുടെ നിറം ലാവണ്ടർ, അതായിരിക്കുമല്ലേ? അതെ ഡാഡി. അപ്പോൾ ഷേക്കിൽ പാലൊഴിച്ചാലോ? അപ്പോൾ വൈറ്റ് കളറായി. ഇനി ഫ്രൂട്ട്സുകളിൽ വയലറ്റ് കളറുള്ള ഫ്രൂട്ട് ഏതാ? അത് ഞാവൽപ്പഴം. യെസ്, അത് തന്നെ. പക്ഷേ എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഞാവൽപ്പഴത്തിന്റെ ഷേക്ക് കുടിക്കുന്നത്. മോനെ ടോമേ, നീ ഇത് എവിടുന്നാ പഠിച്ചേ? ഡാഡി, ഞാനന്ന് പവിയുടെ വീട്ടിൽ പോയില്ലേ, അപ്പോൾ പവിയുടെ അമ്മ ഉണ്ടാക്കി തന്നതാ. എനിക്ക് ടേസ്റ്റ് ഇഷ്ടമായപ്പോ ഞാൻ ആന്റിയുടെ അടുത്ത് നിന്ന് റെസിപ്പി ചോദിച്ചു മനസ്സിലാക്കി. നന്നായിട്ടുണ്ട് ടോം, നിങ്ങൾക്ക് രണ്ടുപേർക്കും നല്ല കൈപുണ്യമുണ്ട് കേട്ടോ. എനിക്കിവിടെ വിശന്നിട്ട് വയ്യ. വിശക്കുന്നവർക്ക് ഭക്ഷണം കൊടുക്കുന്നതാണ് ഏറ്റവും വലിയ പുണ്യം. കൈപുണ്യം പോലും കൈപുണ്യം. കൃത്യസമയത്ത് ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ വയറ്റിൽ പുണ്ണു വരും. ജൂലി, ഇതാ നീയും കുടിച്ചു നോക്കൂ. എന്റെ ദൈവമേ, എന്റെ പ്രാർത്ഥന കേട്ടോ. ഹായ്,
നല്ല ഷേക്ക്. ഓ, ശരിയാ, ഇവരുടെ കൈപുണ്യം അപാരം തന്നെ. ആ പിന്നെ മക്കളെ, എന്താ ഡാഡി? നിങ്ങളുടെ അമ്മ ഇവിടെ ഇല്ലാത്ത കുറവ് ഞാൻ നിങ്ങളെ അറിയിക്കുന്നുണ്ടോ എന്നെനിക്കറിയില്ല. പക്ഷേ എന്നെ ആ കുറവ് അറിയിക്കുന്നില്ല എന്ന് മാത്രമല്ല, മോനിക്ക ചെയ്യുന്ന പോലെ പുതിയ പുതിയ പരീക്ഷണങ്ങളും കുക്കിംഗിൽ നടത്തുന്നുണ്ട്. വളരെ നന്ദി മക്കളെ. എന്തിനാ ഡാഡി ഞങ്ങളോട് താങ്ക്സ് ഒക്കെ പറയുന്നേ? ഇതെല്ലാം ഞങ്ങൾ ചെയ്യേണ്ടതല്ലേ? ശരി ശരി, നിങ്ങളെപ്പോലെ രണ്ട് മക്കളെ തന്നതിന് ദൈവത്തോട് നന്ദി പറയാമല്ലോ. ആ മക്കളെ, ഇന്ന് എനിക്കൊരു സ്ഥലം വരെ പോകാനുണ്ട്. അതുകൊണ്ട് ഉച്ചക്കത്തേക്ക് എനിക്ക് ഫുഡ് കരുതണ്ട. എവിടേക്കാ ഡാഡി പോകുന്നത്? നമ്മളുടെ സിറ്റിക്കകത്തൊരു പ്ലോട്ട് വിൽക്കാനുണ്ടെന്ന് നിങ്ങളുടെ ജയനങ്ങൾ പറഞ്ഞു. അതൊന്ന് പോയി നോക്കാനാ. അതിനെന്തിനാ ഡാഡി ഇത്രയും സമയം? സ്ഥലത്തിന്റെ ഉടമസ്ഥനെ കണ്ട് സംസാരിക്കണ്ടേ മോളെ? അതുമാത്രമല്ല, സമയമുണ്ടെങ്കിൽ വരുന്ന വഴി നിങ്ങളുടെ അമ്മയും കൂടി ഒന്ന് കയറി കാണണം. ഹായ്, അമ്മയെ കാണാൻ പോവാണോ? ഡാഡി ഡാഡി പ്ലീസ്, ഞങ്ങളും കൂടെ വന്നോട്ടെ. വേണ്ട മോനെ, ഞാൻ ചിലപ്പോഴേ പോവുകയുള്ളൂ. അതെന്താ ഡാഡി? കാണാൻ പോകുന്ന സ്ഥലത്തിന്റെ ഉടമയുടെ വീട് നിങ്ങളുടെ അമ്മയുടെ വീടിന്റെ അടുത്താണ്. പക്ഷേ അദ്ദേഹം ചിലപ്പോ നേരിട്ട് സ്ഥലത്തേക്ക് എത്തും. അങ്ങനെയാണെങ്കിൽ ഞാൻ വീട്ടിൽ കയറില്ല. ഓഹോ, അങ്ങനെയാണോ? നമുക്ക് പിന്നീട് ഒരു ദിവസം പോകാം ടോം. ഇനി വെക്കേഷൻ അല്ലേ വരാൻ പോകുന്നത്. ഹും, എന്നാ ഡാഡി പോയിക്കോളൂ, ഞങ്ങൾ പിന്നീട് പോയിക്കോളാം. ഡാഡി എങ്ങാനും അമ്മാമ്മയുടെ വീട്ടിൽ പോകുവാണെങ്കിൽ അമ്മാമ്മയോട് ഞങ്ങളുടെ അന്വേഷണം പറയണേ. പിന്നെ ഡാഡി അമ്മാമ്മയോട് പറ്റുമെങ്കിൽ നമ്മുടെ കൂടെ വന്ന് നിൽക്കാനും പറയണേ. മക്കളെ, മമ്മിയെ നന്നായി മിസ് ചെയ്യുന്നുണ്ടല്ലേ? മോനിക്കയോട് ഞാൻ പറഞ്ഞു നോക്കാം, അമ്മൂമ്മയെ ഇവിടെ കൊണ്ട് നിർത്താൻ പറ്റുമോന്നറിയില്ല. എന്നാ ഞാൻ ഇറങ്ങട്ടെ, ഇല്ലേ സമയമേകൂ. മിസ് ചെയ്യുന്നുണ്ട്, പക്ഷേ സാരമില്ല. അമ്മാമ്മയെ മമ്മി ഇത്രയും സ്നേഹിക്കുമ്പോഴാണ് ഞങ്ങൾക്ക് മമ്മിയോടും ഡാഡിയോടും ഒക്കെയുള്ള റെസ്പെക്ട് കൂടുന്നത്. ആ ടീനെ, ആരെങ്കിലും എന്നെ ലാൻഡ് ലൈനിലേക്ക് വിളിച്ചാൽ ജയനങ്ങളുടെ നമ്പറിലോട്ട് വിളിക്കാൻ പറയണം. ആ സ്ഥലത്ത് എന്റെ മൊബൈലിന് റേഞ്ച് ഉണ്ടാവില്ല. ശരി ഡാഡി, ബൈ. ബൈ ഡാഡി. ആ അതെ, ഞങ്ങളുടെ ഷെയ്ക്കിന്റെ കാര്യം പറഞ്ഞ് മമ്മിയെയും അമ്മാമ്മയും ഒന്ന് കൊതിപ്പിച്ചേക്കൂട്ടോ. ചിലപ്പോ അമ്മാമ്മ ഹോളിഡേയ്സിന് വന്നാലോ. ഹലോ, എടോ ജെയിനെ, താൻ എവിടെയാ? ആ മാർക്കസ്, താനെത്തിയോ? സ്ഥലത്തിന്റെ ഉടമസ്ഥൻ ഇപ്പൊ വരുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ആണോ? നമുക്ക് ഇന്ന് തന്നെ സ്ഥലം കാണാൻ പറ്റുമോ? ആ നോക്കാമല്ലോ. ഞാൻ പ്ലോട്ടിലേക്ക് വന്നേക്കാം. മാർക്കസും അങ്ങോട്ടെത്തിയാൽ മതി. വഴി അറിയാവല്ലോ അല്ലേ? അതറിയാം. പക്ഷേ ജെയിൻ അറിയാവല്ലോ, ഞാൻ വണ്ടി പതുക്കെ ഓടിക്കൊള്ളുന്നു. അതെനിക്കറിയാം. അത് കണക്കാക്കിയേ ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങിയുള്ളൂ. എന്നാ ശരി, അവിടെ വന്നിട്ട് കാണാം. ഓ, നല്ല സ്ഥലമാണല്ലോ ജെയിൻ. അന്ന് രാത്രി വന്നപ്പോൾ ഈ സ്ഥലത്തിന്റെ മനോഹാരിത മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. അതെ, നല്ല മണ്ണാണ് ഇവിടെ. പ്ലോട്ട് എങ്ങനെയുണ്ട് മാർക്കസ്? ഓ, ഇതാണല്ലേ സ്ഥലം. നല്ല സ്ക്വയർ പ്ലോട്ടാണല്ലോ ജെയിൻ. എത്ര ഏക്കറാണെന്ന് അവർ പറഞ്ഞത്? 2 ഏക്കറാണെന്ന് തോന്നുന്നു. അതെ ജെയിൻ, പറഞ്ഞ എമൗണ്ടിൽ നിന്നും എന്തെങ്കിലും കുറയ്ക്കുകയാണെങ്കിൽ നമുക്ക് നോക്കാം. ആ, ദേ സാറെത്തിയല്ലോ. ഹലോ സർ, ഞാൻ മാർക്കസ്. ഹലോ മാർക്കസ്, അധിക നേരമായോ എത്തിയിട്ട്? താങ്കൾക്ക് സ്ഥലം ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഈ സ്ഥലം എനിക്കിഷ്ടമായി. പക്ഷേ ഇത്രയൊക്കെ റേറ്റ് ഉണ്ടോ ഇവിടെ? തീർച്ചയായും സിറ്റിയിലുള്ളവരൊക്കെ ഇങ്ങനെയുള്ള സ്ഥലമല്ലേ ഇപ്പോൾ നോക്കുന്നത്. ജെയിന്റെ ബ്രദറിലോ ആയതുകൊണ്ടാ ഈ റേറ്റ് കേട്ടോ. സ്ഥലം എനിക്കിഷ്ടമായി. പിന്നെ ജെയിൻ പറഞ്ഞതല്ലേ, മോശമാവില്ലെന്ന് എനിക്ക് ഉറപ്പാ. പക്ഷെ ഉറപ്പിക്കുന്നതിന് മുമ്പായി എന്റെ വൈഫിനെയും മക്കളെയും കൂടി ഒന്ന് കാണിക്കണം.
എപ്പോഴാണ് താങ്കളുടെ ഭാര്യ വരിക? വേറെയും ആളുകൾ നോക്കാൻ വരുന്നുണ്ട്, അതുകൊണ്ടാ. എന്ന ഒരു കാര്യം ചെയ്യാം. ഞാൻ ഈ സ്ഥലത്തിന്റെ വീഡിയോ എടുത്ത് വൈഫിനെ ഒന്ന് കാണിക്കാം. എന്നിട്ട് ഒരു 2 ദിവസത്തിനുള്ളിൽ. ശരി ശരി. എന്നാ നമുക്ക് ഇറങ്ങാമല്ലേ ജെയിൻ? ഞാൻ കഴിയുന്നതും വേഗം തന്നെ സാറിനെ വിളിക്കാം. അതുപോരെ ജെയിൻ? ആ, അത് മതി മാർക്കസ്. എന്താ സാർ, അതുപോരെ? എന്നാൽ അങ്ങനെ ആവട്ടെ. ശരി ചേട്ടാ, എന്നാ ഞങ്ങൾ ഇറങ്ങട്ടെ. ബൈ മാർക്കസ്. ബൈ ജെയിൻ. എടോ, നമുക്ക് വീട്ടിലേക്ക് പോകുന്നതിന് മുമ്പ് ഒന്ന് മോണിക്കയെ കണ്ടിട്ട് പോകും. ശരി മാർക്കസ്, ഞാനും തറവാട്ടിൽ കയറിയിട്ട് കുറെയായി. ജെയിൻ, നമുക്ക് എന്തെങ്കിലും തണുത്തത് കുടിച്ചാലോ? ഒരു ഷേക്ക് കുടിക്കാം. എന്താ മാർക്കസ്? ഞാൻ ഇന്ന് രാവിലെ കുടിച്ചതേ ഉള്ളൂ. അല്ല, മോനിക്ക വീട്ടിലില്ലല്ലോ, പിന്നെ എങ്ങനെ കാലത്ത് ഷേക്ക് കുടിച്ചത്? അതിന് ഷേക്ക് ഉണ്ടാക്കിയത് മോനിക്കല്ലേ ജെയിൻ, ടോമാണ്. ടോമോ? അവന് ഷേക്കൊക്കെ ഉണ്ടാക്കാൻ അറിയാമോ? പിന്നല്ലാതെ. മോനിക്ക വീട്ടിലേക്ക് പോയതിനു ശേഷം ടോമും ടീനയും അല്ലേ വീട്ടിൽ ഭക്ഷണമൊക്കെ ഉണ്ടാക്കുന്നത്. ആണോ? എങ്കിലൊരു ദിവസം ഞാൻ അവരുണ്ടാക്കിയ ഭക്ഷണം കഴിക്കാനായി വരുന്നുണ്ട്. തീർച്ചയായും വന്നോളൂ ജെയിൻ. ഇപ്പം എന്തായാലും ഇവിടുന്ന് ഒരു ഷേക്ക് കുടിക്കാം അല്ലേ? ശരി. ചേട്ടാ, 2 ഞാവൽ ഷേക്ക്. ഞാവൽ ഷെയ്ക്കോ? അതൊന്നുമില്ല. ഷാർജ ഷെയ്ക്കുണ്ട്, പിന്നെ ബദാം ഷെയ്ക്കും ഉണ്ട്. ഒന്ന് വെയിറ്റ് ചെയ്യണം. ഷാർജ ഷേക്ക് എടുത്തോളൂ ചേട്ടാ. എന്ത് തിരക്കാണല്ലേ ഈ കടയിൽ. ഇക്കാലത്ത് ഇങ്ങനത്തെയൊക്കെ ബിസിനസ് ചെയ്താലേ വിജയിക്കുള്ളൂ. ശരിയാ. ദേ, നമ്മുടെ ഷേക്ക് എത്തി. കൊള്ളാമല്ലേ മാർക്കസ്? ടേസ്റ്റ് ഉണ്ട്. പക്ഷേ ഇന്ന് രാവിലെ ഞാൻ കുടിച്ച ഷേക്കിന്റെ ടേസ്റ്റ് ഇതിനില്ല. എനിക്കെന്തോ ഈ ഷേക്ക് അങ്ങ് അത്രയ്ക്ക് ഇഷ്ടമായില്ല. എന്തായാലും വാങ്ങിച്ചു പോയില്ലേ, ഇനി അത് മുഴുവൻ കുടിക്കുന്നേ. എത്രയായി ചേട്ടാ? 2 ഷാർജ ഷെയ്ക്ക് മാത്രമല്ലേ? 160 രൂപ. ദൈവമേ, 2 ഷേക്ക് കുടിച്ചതിനാണോ ഈ 160 രൂപ ബില്ല്? എന്ത് ചെയ്യാനാ മാർക്കസ്? പണ്ടൊക്കെ പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കുന്നത് വിരളമായിരുന്നു. പക്ഷേ ഇപ്പോൾ വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിക്കുന്നത് വളരെ വിരളമായിരിക്കുന്നു. അപ്പോ പിന്നെ ഇവർക്കിഷ്ടമുള്ള വിലയെടുക്കാമല്ലോ. അതെ, ആര് ചോദിക്കാനാ? എന്തു പറ്റി മാർക്കസ്? താനിപ്പോഴും ആ ബില്ലോർത്തിരിക്കുകയാണോ? ഏയ് അല്ല ജെയിൻ, ഷേക്ക് കുടിച്ചതിന് ശേഷം എന്തോ പോലെ ഛർദിക്കാനെല്ലാം വരുന്നു. നേരെ ഒരു വയറുവേദനയും തുടങ്ങിയിട്ടുണ്ട്. തനിക്ക് ഷേക്കിന്റെ ടേസ്റ്റ് ഇഷ്ടമാവാത്തതുകൊണ്ടാവാം. അല്ലടോ, ഞാൻ മോനിക്കെ ഒന്ന് കാണാൻ പോകാമെന്ന് കരുതി. കൂടെ ആ സ്ഥലത്തിന്റെ വീഡിയോയും കാണിക്കാമല്ലോ. അതിനെന്താ, നമുക്ക് മോനിക്കെ ചെന്ന് കാണാമല്ലോ. പക്ഷേ എനിക്കൊട്ടും സുഖം തോന്നില്ല ജെയിൻ. പെട്ടെന്ന് വീട്ടിൽ ചെന്ന് കുറച്ച് കിടക്കണം. മോനിക്കെ പിന്നീട് മക്കളെയും കൂട്ടി ചെന്ന് കാണാം. നമുക്ക് വേണേൽ ഡോക്ടറെ കണ്ടിട്ട് പോവാം മാർക്കസ്. ഓ, അതിന്റെ ആവശ്യമൊന്നുമില്ല ജെയിൻ. ഒന്ന് കിടന്നാൽ മാറുമായിരിക്കും. ശരി. അയ്യോ ഡാഡി, ഇതെന്തു പറ്റി? അതെല്ലാം പിന്നെ പറയാൻ ടീന. ഞാനൊന്ന് വാഷ്റൂമിൽ പോയിട്ട് വരട്ടെ. ശരി ഡാഡി. ടീന, ടീന, എന്താ ടോം? ടീന, ടീന, ദേ ഡാഡി ഛർദ്ദിക്കുന്നു. ഞാൻ കുറേ നേരമായി വിളിക്കുന്നു. ഷേക്ക് പണി തന്നെന്നാ തോന്നുന്ന മക്കളെ. ഷെയ്ക്കോ? ആഹാ, അപ്പൊ ടോമിന്റെ ഷേക്കിന്റെ റിസൾട്ട് വന്നു. ഹി, ഇനി ടീനിയുടെ സാൻഡ്വിച്ചിന്റെ റിസൾട്ട് എങ്ങനെയാണോ ആവോ? അതെ മക്കളെ, ഞങ്ങൾ പുറത്തു പോയപ്പോൾ 2 ഷാർജ ഷേക്ക് മേടിച്ചു കുടിച്ചു. അപ്പോൾ തുടങ്ങിയതാ മാർക്കസിന് ഒരു അസ്വസ്ഥത. ഓ, ഇനി എന്തു ചെയ്യും? ഞാൻ എന്തായാലും പോയി ഡോക്ടറങ്ങളെ വിളിച്ചിട്ട് വരാം. ഞാൻ പോയി വിളിക്കാൻ ടീന. ടീന ഡാഡിയുടെ കൂടെ തന്നെ ഇരിക്കൂ. ശരി ടോം. ഷേക്ക് എനിക്കും പണി തന്നും തോന്നുന്നു. എനിക്കും നേരെ ഒരു വയറുവേദന. അപ്പൊ ഞാൻ പേടിക്കണ്ട.
ടോമിന്റെ ഷെയ്ക്ക് അല്ല. ഹലോ മാർക്കസ്, എന്തു പറ്റി? ഒരു ഷേക്ക് കുടിച്ചതാ സാം. ഷെയ്ക്ക് കുടിച്ചപ്പോ ഷെയ്ക്കായി പോയി. ഞാനൊന്ന് നോക്കട്ടെ. ഓ ഡോക്ടർ, എനിക്ക് തീരെ വയ്യ. ഇത് ഫുഡ് പോയ്സൺ ആണ് മാർക്കസ്. എന്തായാലും ഞാൻ കുറച്ച് മരുന്ന് തരാം, അത് കഴിച്ചാൽ മതി. ഡോക്ടർ സാം, എനിക്കും മരുന്ന് വേണം. എനിക്കും നേരെ ഒരു വയറുവേദന തുടങ്ങിയിട്ടുണ്ട്. നിങ്ങൾ എന്തിനാ പുറത്തു പോയി ഭക്ഷണമൊക്കെ കഴിച്ചേ? ഇപ്പോ എല്ലാത്തിനും എല്ലായിടത്തും മായമാണെന്നേ. അതെ ഡോക്ടർ, അതിന് നല്ല വിലയും കൊടുക്കേണ്ടി വരും. നമുക്കെന്തായാലും ഇൻസ്പെക്ടർ ജോബിനെ ഒന്ന് ഈ വിവരം അറിയിക്കാം. അല്ലെങ്കിൽ എത്ര ആളുകൾ ഇതുപോലെ അസുഖം വന്ന് കിടപ്പിലാവും. ശരിയാ അങ്കിൾ. ഇവന്മാരെയൊക്കെ എന്റെ കൈ കിട്ടിയിരുന്നെങ്കിൽ പഴയ കരാട്ടയൊക്കെ ഒന്ന് പൊടി തട്ടി എടുക്കാമായിരുന്നു. കഴിവതും പ്രശ്നങ്ങളൊന്നും വേണ്ട ജെയിൻ. നമ്മൾ സൂക്ഷിക്കേണ്ടതായിരുന്നു. എന്താവശ്യമുണ്ടെങ്കിലും വിളിക്കണം മാർക്കസ്. ഓക്കെ, അപ്പോൾ ഞാൻ ഇറങ്ങിയാണ് ഡോക്ടർ. മക്കളെ, ഡാഡിയുടെ കൂടെ ഉണ്ടാവണം. ശരി അങ്കിൾ. ഡാഡി ഇപ്പോൾ എങ്ങനെയുണ്ട്? നല്ല വയറുവേദന ഉണ്ട് മോളെ. മക്കളെ, നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. പുറത്തുനിന്നൊന്നും വാങ്ങിച്ച് കഴിക്കല്ലേ. ഡോക്ടർ, ഞാൻ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവണോ? അതിന്റെ ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല. എന്തായാലും ഞാനൊരു ഇഞ്ചക്ഷൻ തരാം. ടോമിന്റെ അടുത്ത് വന്ന് കാര്യം പറഞ്ഞപ്പോഴേ എനിക്ക് തോന്നി ഫുഡ് പോയ്സൺ ആയിരിക്കുമെന്ന്. ഇഞ്ചക്ഷനോ? ദൈവമേ, ഇവിടുന്ന് മാറുന്നതാ ബുദ്ധി. ബാക്കി വരുന്ന മീൻകറി എനിക്ക് കിട്ടുന്ന പോലെ ബാക്കി വരുന്ന ഇഞ്ചക്ഷൻ ഇങ്ങ് കിട്ടിയാൽ അമ്മേ, ഓ, മുങ്ങുന്നതാ ബുദ്ധി. ടീനയുടെ ഇഞ്ചക്ഷനോടുള്ള ആ പേടി ഇതുവരെ മാറിയില്ല അല്ലേ? ഡോക്ടർ അങ്കിൾ, ഒരു ഇഞ്ചക്ഷൻ ടീനയ്ക്കും കൂടെ കൊടുത്തേക്കിട്ടോ. ആ, നല്ല വേദനയുണ്ട്. ടീന, ഒരെണ്ണം എടുക്കട്ടെ? ദൈവമേ, എനിക്കൊന്നും വേണ്ട. എനിക്ക് അസുഖമൊന്നുമില്ലല്ലോ. അസുഖമൊന്നും വരാതിരിക്കാൻ ഒരെണ്ണം എടുത്താലോ ടീന? ശരിയാ, പ്രിവെൻഷൻ ആണ് വേണ്ടത്. വന്നതിന് ശേഷം ചികിത്സിക്കുന്നതിനേക്കാൾ നല്ലത് വരാതെ നോക്കുന്നതല്ലേ? എന്നാ ടോമിനൊരെണ്ണം കൊടുത്തേക്ക് അങ്കിൾ. അല്ലേ ഡാഡി? ടോം ഉദ്ദേശിച്ചത് വേറെ എന്തോ ആണ്. അതെ, എന്തായാലും ടോം ഇഞ്ചക്ഷൻ ചോദിച്ചു വാങ്ങില്ല. ആഹാ, ഇഞ്ചക്ഷൻ എടുത്ത് കഴിഞ്ഞെന്നാ തോന്നുന്നേ. ബാക്കി ഉണ്ടാവില്ലേ എന്റെ ദൈവമേ. എന്താ ടോം ഉദ്ദേശിച്ചേ? ടീനെ, ടോം വളരെ സീരിയസ് ആണ് കേട്ടോ. ആ, എന്നാൽ എന്തായാലും ഇഞ്ചക്ഷൻ എടുക്കണം. അതെ ടീന, ഇഞ്ചക്ഷൻ എടുക്കണം. ദൈവമേ, ഇഞ്ചക്ഷൻ ഇരുന്ന് വാങ്ങുന്നു. ഹോ, ഭയങ്കരം തന്നെ. ഞാൻ ചുമ്മാ പറഞ്ഞതാ ടോം. പക്ഷേ ഞാൻ സീരിയസ് ആയി തന്നെയാ പറഞ്ഞത്. പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ എന്നല്ലേ? ടോം, ടോം നീ എന്തായി പറയുന്നേ? അതെ, രോഗം വന്നിട്ട് ചികിത്സിക്കുന്നേക്കാൾ നല്ലതാണ് അത് വരാതെ നോക്കുന്നത്. കുടുംബത്തിലെല്ലാവരും ഷെയ്ക്ക് കഴിച്ച് ഛർദിക്കാതിരിക്കാൻ ഇഞ്ചക്ഷൻ എടുക്കാൻ പോവാണോ? ഹോ, ഞാനില്ലപ്പാ. എനിക്ക് ഷെയ്ക്കും വേണ്ട, ഇഞ്ചക്ഷനും വേണ്ട. അതിന് നമ്മൾ എന്താണ് ചെയ്യേണ്ടത് ഡാഡി? ഇങ്ങനെയുള്ള സ്ഥാപനങ്ങളെക്കുറിച്ച് ഫുഡ് ഇൻസ്പെക്ടറെ അറിയിക്കുക. അതെ, നമുക്ക് ജോബൻ സാറിനെയും കൂട്ടി ഫുഡ് ഇൻസ്പെക്ടറെ പോയി കാണാം. എന്താ? ആ കടക്കാരനെ അങ്ങനെ വിട്ടാ പറ്റില്ല. ശരിയാണ്. ടോമും മംഗളും കൂടി പൊയ്ക്കോളൂ. ഞാൻ ഡാഡിയുടെ കൂടെ ഇവിടെ തന്നെ ഇരുന്നോളാം. ഇപ്പൊ എനിക്ക് ആശ്വാസമുണ്ട്. മോളും പൊക്കോ ഇവരോടൊപ്പം. പ്ലീസ് ഡാഡി, ഞാൻ പോകുന്നില്ല. ഈ മരുന്നൊക്കെ പുറത്തു പോയി വാങ്ങണം. പിന്നെ അടുക്കളയിലും പണി പൂർണ്ണമായി തീർന്നിട്ടില്ല. ടീന ഇവിടെ നിൽക്കട്ടെ മാർക്കസ്, ഇത് ഞങ്ങൾ ഡീൽ ചെയ്തോളാം. എന്താട്ടോ? അതെ, ഇനിയും കുറെ പേർക്ക് ഈ അവസ്ഥ വരുന്നതിന് മുമ്പ് നമുക്ക് അവരെ പോയി തടയാം. വരൂ ടോം, നമുക്കൊട്ടും സമയം കളയാനില്ല.
എന്റെ കടയിൽ നിന്ന് ജ്യൂസ് കുടിച്ചാൽ ഇപ്പൊ അത്യാസന്ന നിലയിലാണ്. ഇങ്ങോട്ട് ഇറങ്ങടോ. ദൈവമേ സാറേ, ഞാൻ എന്ത് ചെയ്തു? കസ്റ്റമർ ഉള്ള സമയമാ. എന്തെങ്കിലും പ്രശ്നമുണ്ടായാൽ ഒരാളും ഇവിടെ കേറില്ല. എടോ, അത് ഞങ്ങൾ ഇല്ലാതാക്കി തരാം. ഞാൻ സ്ഥലം ഫുഡ് ഇൻസ്പെക്ടർ. ഇത് തന്റെ കട റെഡിയാനുള്ള വാറണ്ട. സാർമാരെ, എന്റെ വയറ്റ് തടിക്കരുത്. വയറ്റ് തടിക്കില്ല, പക്ഷെ ഇടിക്കും. നല്ല അസലിടി. അത് വേണ്ടെങ്കിൽ പറയടാ, നീ ജ്യൂസിൽ എന്ത് മായമാടാ ചേർത്തത്? പറയണം മിസ്റ്റർ. സത്യമായിട്ടും ഞാൻ ഒന്നും ചേർത്തിട്ടില്ല സാറേ. പിന്നെ ഈയിടെ കിട്ടുന്ന പഴത്തിൽ എന്തോ പ്രശ്നമുണ്ടെന്ന് ഇവിടെ എല്ലാവരും പറയുന്നുണ്ട്. അതിന് എന്റെ ഡാഡി പഴമൊന്നും ഇവിടുന്ന് കഴിച്ചിട്ടില്ലല്ലോ. അതെ, അദ്ദേഹം ഇവിടുന്ന് ഒരു ഷേക്ക് കുടിച്ചെന്നാണല്ലോ പറഞ്ഞത്. അത് സാറേ, ഈ പഴമിട്ടാണ് ഷേക്ക് അടിക്കുന്നത്. ഇതൊക്കെ അറിഞ്ഞോണ്ടാണോടാ നീയൊക്കെ കച്ചവടം ചെയ്യുന്നത്? പക്ഷേ ഇതെപ്പോഴും ഉണ്ടാവാറില്ല. 2 തോട്ടത്തിൽ നിന്നുമാ ഞങ്ങൾക്കിവിടെ പഴം എത്തുന്നത്. ഇത് ബോർഡർ ഏരിയ അല്ലേ സാറേ, ഞങ്ങൾക്കൊന്നും ചെയ്യാനൊക്കെയല്ല. പിന്നെ ഈ കച്ചവടം ഇല്ലെങ്കിൽ എന്റെ കുടുംബം പട്ടിണിയാവും സാറേ. അതെ അങ്കിൾ, എനിക്ക് തോന്നുന്നു ഈ ചേട്ടൻ പറയുന്നതിൽ എന്തോ കാര്യമുണ്ടെന്ന്. നമ്മുടെ സിറ്റിയിൽ പല സ്ഥലത്തു നിന്നാ ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഒക്കെ വരുന്നത്. എനിക്ക് തോന്നുന്നു വിഷമയമുള്ള കീടനാശിനികൾ ഉപയോഗിച്ച് കൃഷി ചെയ്യുന്ന തോട്ടം തന്നെ കണ്ടുപിടിച്ച് നിയമ നടപടികൾ എടുത്താലേ ഇത് നേരെയാവൂ. ടോം പറയുന്നതിലും കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. എന്ത് പറയുന്നു സർ? മിസ്റ്റർ ജോബൻ, ഇത് ഞങ്ങൾ ഏറ്റു. ആദ്യം ടോം പറയുന്നത് പോലെ ഇയാൾ കുറ്റക്കാരനാണോ എന്നറിയുന്നതിന് വേണ്ടി കുറച്ച് സാമ്പിൾസ് ഞങ്ങൾ ഇവിടുന്ന് എടുക്കുന്നുണ്ട്. ഞാൻ വിളിച്ചോളാം. ശരി സർ, ഞാനും ഇറങ്ങുകയാണ്. ഞങ്ങൾ ഈ കേസൊന്ന് പഠിക്കട്ടെ. ഈ സാർമാര് ഇവിടുന്ന് കുറച്ച് സാമ്പിളൊക്കെ എടുക്കുന്നുണ്ട്. സഹകരിച്ചേക്കണം. ലാബിലെ റിസൾട്ട് ഒന്ന് വന്നോട്ടെ. അതുവരെ തനിക്ക് സംശയമുള്ള സാധനങ്ങളൊന്നും ഇവിടെ വിൽക്കരുത്. കേട്ടല്ലോ? വളരെ നന്ദിയുണ്ട് സാർമാരെ. ശരി ശരി. ഞങ്ങളെന്നാൽ ഇറങ്ങട്ടെ സാർ. ശരി മിസ്റ്റർ ജോബൻ, ഞാൻ വേണ്ടത് ചെയ്തോളാം. എന്താ ടോം, വരട്ടെ? ബൈ സാർ. ഇനി എന്താ ടോമിന്റെ പരിപാടി? ഇഞ്ചക്ഷൻ. ഇഞ്ചക്ഷനോ? ആർക്ക്? ആഹാ, ടോമിനും അസുഖം വരാതിരിക്കാനാണോ? അതെ, എനിക്ക് മാത്രല്ല, നമ്മുടെ ഗോൾഡൻ സിറ്റിയിലുള്ള എല്ലാവർക്കും. കൊള്ളാലോ. അതെന്ത് ഇഞ്ചക്ഷൻ? അത് പിന്നെ 1 മാസം കഴിഞ്ഞ് ഞാൻ സാറിനെ വിളിക്കാം. അതുവരെ സർപ്രൈസ്. ഓ, മറന്നു. നിങ്ങൾ സർപ്രൈസിന്റെ ആൾക്കാരാണല്ലോ അല്ലേ? ഹായ് സാർ, എങ്ങനെയുണ്ട് എന്റെ സർപ്രൈസ്? കലക്കിട്ടോ. അപ്പോൾ മാർക്കസ്, നിങ്ങൾക്ക് ഈ അസുഖം വന്നത് ഒരു കണക്കിന് നന്നായി അല്ലേ? ആഹാ, അതെന്താ അങ്കിൾ? അതെ ടീന, അതുകൊണ്ടല്ലേ ടോമിനും ടീനയ്ക്കും ഇങ്ങനെ ഒരു ഐഡിയ തോന്നിയത്. അത് ഗോൾഡൻ സിറ്റിയിലെ എല്ലാവർക്കും ഒരു അനുഗ്രഹവുമായി. ഓ, അങ്ങനെ. ആഹാ. എല്ലാം ദൈവത്തിന്റെ അനുഗ്രഹം. അവിടുന്ന് വലിയവനാണ്. റോമ 8:28 പറയുന്നത് പോലെ. ആ, കേൾക്കട്ടെ ജോബൻ സാർ. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, അവിടുത്തെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക് അവിടുന്ന് സകലതും നന്മയ്ക്കായി പരിണമിക്കുമെന്ന് നമുക്കറിയാമല്ലോ. അതുകൊണ്ട് ദൈവത്തെ മറന്ന് ജീവിക്കാതിരിക്കുക. ആമേൻ.